ഇവിടെ കൊണ്ടുവന്ന് എടുക്കാൻ സ്ഥിരം കൊണ്ടുവന്ന് ഇപ്പോൾ വെക്കേണ്ടല്ലോ, അല്ല കൊട്ടേഷൻകാരനായിരിക്കും. നേരത്തെ നമ്മൾ അപ്പുറ സൈഡിൽ പാർക്ക് ചെയ്തപ്പോൾ അവിടെയായിരുന്നു, ഇപ്പം ഇങ്ങോട്ടായിരുന്നു. ഈ കൂടെ കോലഞ്ചേരിയിൽ കുറേ ഇതുണ്ട്. ഈ ഇപ്പം രാവിലെ കണ്ടില്ലേ ഈ ലൈസൻസ് ഇതില്ലാത്ത വണ്ടികൾ, നമ്മൾ എന്താ പറയുക, സൈലൻസ് ഇല്ലാത്ത വണ്ടികൾ. അതോ അല്ല വേറെ വണ്ടി. എവിടെയായി ഇപ്പോൾ വന്ന് വേറെ വണ്ടിയാണ്, ആ കുട്ടികളെ കൊണ്ടുപോകണ വണ്ടിയാണ്. മൊത്തം മുപ്പിച്ചിങ് തന്നെ ഉണ്ട്. നമ്മൾ ബൈക്കിൽ കൊട്ടേഷനായിരിക്കും.
നമ്മളിവിടെ തിരിക്കാൻ നേരത്ത് മൂപ്പിച്ച് വന്നുണ്ട് കൊട്ടേഷനായിരിക്കും. ഞാൻ ആലോചിക്കണം, ഇവിടെ ഈ കോലഞ്ചേരി ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോലഞ്ചേരി ജംഗ്ഷനിൽ സൈലൻസർ പിടിപ്പിക്കാതെ പോകുന്ന ബൈക്കുകൾ ഒരു 1 ഡസൻ ബൈക്കുകളെങ്കിലും സൈലൻസർ ഇല്ലാതെ കോലഞ്ചേരി ടൗണിൽ, കോലഞ്ചേരി കോട്ടൂപ്പള്ളി മറ്റേ തിരുമാനൂറ്റൻ ഡയറക്ഷനിലും കോലഞ്ചേരി ടൗണിൽ കൂടെ ഓടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ ഈ കോടതി ഇവിടെ നിന്ന് ജസ്റ്റ് 200 മീറ്ററേ ഉള്ളൂ, കോലഞ്ചേരി കോടതി. ഇത് പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ ബീറ്റ് പോലീസ് 24 മണിക്കൂറും കോലഞ്ചേരി ടൗണിലുണ്ട്. ഒരു ബസ് ഈ കോലഞ്ചേരിയിലേക്കായിട്ട് ഒരു ജീപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ കൂടെ പിന്നെ എന്ത് മോണിറ്ററിങ് നടത്തണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. RTOയുടെ ഓഫീസ് ഇവിടുന്ന് മാറിയാണ്, മൂവാറ്റുപുഴയാണ് എന്ന് അറിയിക്കാം. ഇവിടെ അടുത്തുള്ള മറ്റേ എന്നാലും അവരുടെ മറ്റേ ഇൻ്റർസെപ്റ്റർ വണ്ടികളൊക്കെ ഇതിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഡസൻ വണ്ടികളെങ്കിലും സൈലൻസർ ഊരിയിട്ട്, പിള്ളേരെ ചെത്താൻ നടക്കണ സൈലൻസർ ഊരിയിട്ട് ഫുൾ സൗണ്ടിലിട്ടുണ്ട് ഇതിൽ കൂടെ ഈ റോട്ടിൽ കൂടെ, ഞാൻ ഈ പോണ റോട്ടിൽ കൂടെ ഓടിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. ഇവിടെ ഓടിച്ച് കോലഞ്ചേരി ടൗണിൽ കൂടെ ഓടിച്ച് എങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇത്രയും ഒരു ബീറ്റ് പോലീസ് ഫുൾ ടൈം, ഒരു ജീപ്പ് പോലീസ് ഇവിടെ ഫുൾ ടൈം ഉണ്ട്. എന്നിട്ട് അപ്പോൾ ഈ ഒരു പോലീസ് വണ്ടി ഫുൾ ടൈം ഉണ്ട്. കോടതി ഇവിടുന്ന് വെറും 100 മീറ്റർ 150 മീറ്റർ മാറി കോടതിയുണ്ട്. ഇതിൻ്റെ മുമ്പിൽ കൂടി അടക്കം ഈ വണ്ടികൾ. അപ്പോൾ പിന്നെ എന്ത് മോണിറ്ററിംഗ് ആണ് ഇവർ നടത്തണേ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്ത് ലോ ആൻഡ് ഓർഡർ മോണിറ്ററിംഗ് ആണ്, ട്രാഫിക് മോണിറ്ററിങ് അല്ല, ഇതിപ്പോൾ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ ട്രാഫിക് മോണിറ്ററിങ്, എന്ത് ട്രാഫിക് മോണിറ്ററിംഗ് ആണ് ഇവർ നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരു ജീപ്പും 5-6 പോലീസുകാരും ഫുൾ ടൈം കോലഞ്ചേരിയിൽ മാത്രം നോക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ 1 ഡസൻ ജീപ്പ് പിന്നെ മറ്റേ 2 വീലർ, മിക്കവാറും ബൈക്കുകളാണ് കൂടുതലും, സ്കൂട്ടറുകൾ കുറവാണ്. അപൂർവമായിട്ട് ഇടയ്ക്ക് സ്കൂട്ടറും കാണാറുണ്ട്. ഈ സൈലൻസർ ഊരിയിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് കിടക്കുന്നത് ഇവരൊന്നും കാണുന്നില്ലായിരിക്കും. കാറിന് ഓട്ടം കുറഞ്ഞു. കാരണം മോൻ്റെ ക്ലാസ് തീർന്നതോടുകൂടി, കടയിരിപ്പിലെ പഠിത്തം തീർന്നതോടുകൂടി കാറിന് കാര്യമായി ഓട്ടം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഓട്ടം ഉണ്ടായാലും കോലഞ്ചേരി വരെയുള്ള ഓട്ടം ഉണ്ടാവുള്ളൂ. വണ്ടികൾക്ക് വലിയ ഓട്ടം തീർന്നു. അതായത് മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പോഴൊരു 10-20 വർഷമായിട്ട് ഡെയിലി ഈ പിള്ളേരെ കൊണ്ടുവന്നാക്കലും, ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ മിക്കവാറും ഞാൻ തന്നെയാണ് കൊണ്ടുവന്നത്. 5-6 മാസമാണ് വണ്ടിക്കാരനെ ഏൽപ്പിച്ചുള്ളൂ, പിന്നെ ഞാൻ തന്നെയാണ് കൊണ്ടുവന്നായിക്കൊണ്ടിരുന്നത്. 2 പേരും ഉണ്ടായിരുന്നു. ആദ്യം മോളും ഉണ്ടായിരുന്നു, മോനും ഉണ്ടായിരുന്നു. 2 പേരും ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മോള് മോഡലിലേക്ക് മാറിയ പിന്നെയാണ് ഇപ്പം മാത്രമായി. കടയിരിപ്പ് സ്കൂളിലേക്ക് ഒരു ഓട്ടോ എനിക്ക് തോന്നുന്നു 2008 മുതൽ ഞാൻ ഏറ്റെടുത്തായിരുന്നു. 2007 വന്നെങ്കിലും ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മൾ ഏറ്റെടുത്തു. 2008 മുതൽ 2026 വരെയുള്ള കണ്ടിന്യൂസ് ഓട്ടമായിരുന്നു. അത് തീർന്നു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാലും ഇനിയിപ്പം വേറെ ഏതെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും കോലഞ്ചേരി വരെ ഓട്ടം ഉണ്ടാവുകയുള്ളൂ. പിന്നെ അവിടെ നിന്നോട് ബസ്സിലോ മറ്റെന്തെങ്കിലും അവരുടെ സ്കൂൾ ബസ്സിലോ കോളേജ് ബസ്സിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പോവുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്റ്റലിലോ എങ്ങനെയാണെങ്കിലും അതിൻ്റെ ആ ഡെയിലിയുള്ള ഓട്ടം തീർന്നു. കാറ് കൊണ്ടുള്ള ഇനി കാറിൻ്റെ ഓട്ടം കൂടുതലും കോലഞ്ചേരി വരെ ഉണ്ടാവുള്ളൂ. അധികം മേജർ ഓട്ടങ്ങൾ അല്ല, ഡെയിലിയുള്ള ഓട്ടങ്ങൾ.